ഈ ഐസൊലേഷൻ എന്ന നയം, ഐസൊലേഷനിസ്റ്റ് പോളിസിയിലേക്ക് അവർ തിരിച്ചു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം പോലും ഈ സാമ്പത്തിക തകർച്ചയാണ്. യഥാർത്ഥത്തിൽ അവർ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായതുകൊണ്ടല്ല സാമ്പത്തിക തകർച്ച ഉണ്ടായത്. ഈ സാമ്പത്തിക തകർച്ച ഉണ്ടായ ഘട്ടത്തിൽ ഒരു പരിഹാരം എന്ന നിലയ്ക്കാണ് അവർ ബ്രെക്സിറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ യൂറോപ്യൻ സിസ്റ്റത്തിൽ ഏറ്റവും ശക്തമായ സാമ്പത്തിക സുസ്ഥിരതയുള്ള രാജ്യം ജർമ്മനിയാണ്. അതിനുശേഷം ഈ ഫ്രാൻസാണ്. യഥാർത്ഥത്തിൽ യൂറോപ്യൻ യൂണിയനകത്ത് ഈ ജർമ്മനിക്കും ഫ്രാൻസിനും താഴെയായിട്ടുള്ള ഒരു സ്ഥാനം മാത്രമേ ഇംഗ്ലണ്ടിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. കാരണം അവർക്കത് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക ശക്തിയല്ല അവർ. അപ്പം അവിടെയാണ് ഈ ബ്രിട്ടീഷുകാരൻ്റെ മെഗലോമാനിയ പ്രവർത്തിച്ചത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഞങ്ങളങ്ങ് പോയേക്കാം എന്നുള്ളതായിരുന്നു. അപ്പം ഇപ്പോൾ നിലവിലും അതെ, യൂറോപ്യൻ യൂണിയൻ ഈസ് ഡോമിനേറ്റഡ് ബൈ ജർമ്മനി അല്ലെങ്കിൽ ഫ്രാൻസ്. അപ്പോൾ അവർക്ക് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ യൂറോപ്പിലെ ഇതേ പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന, ഇംഗ്ലണ്ട് അഭിമുഖീകരിക്കുന്ന ഇതേ പ്രശ്നം യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങൾക്കുണ്ട്. എല്ലാ രാജ്യങ്ങളും നേരിടുന്നുണ്ട്. ജർമ്മനിക്കും ഇറ്റലിക്കും ഒക്കെയുണ്ട്. അത്തരം മേഖലയിലെല്ലാം തന്നെ ഈ ഒരു വലതുപക്ഷ തരംഗം അടിക്കുന്നുണ്ട്. അതാണ് ബ്രദേഴ്സ് ഓഫ് ഇറ്റലി പാർട്ടി ഓപ്പണായിട്ട് ഈ ഫാസിസ്റ്റ് നാഷണലിസ്റ്റ് പൊസിഷനെ അംഗീകരിക്കുന്നവരാണ്. ജോർജിയ മെലോണി മോഡിയുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമാണ്. അതുകൊണ്ട് ഇടയ്ക്ക് മെലഡി എന്നുള്ള ഒരു വാക്കൊക്കെ നമ്മളിവിടെ വന്നിരുന്നു. മോഡിയും മെലോണിയും ചേർന്ന് മെലഡി ഒക്കെ വന്നിരുന്നു. അപ്പോൾ അവർ അതായത് ഫാസിസ്റ്റ് ആശയങ്ങളെ ഓപ്പണായിട്ട് അവരെ പിന്തുണയ്ക്കുന്ന ആളാണ്. വലതുപക്ഷ നിലപാടെടുക്കുന്ന, കുടിയേറ്റ വിരുദ്ധ നിലപാടെടുക്കുന്ന ആളാണ്. അവർ അവിടെ പ്രൈം മിനിസ്റ്ററാണ്. ഫ്രാൻസിൽ കുറച്ച് കാലമായി ശക്തമായ വലതുപക്ഷ വൽക്കരണം നടക്കുന്നുണ്ട്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ തീവ്ര വലതുപക്ഷ പാർട്ടിയുടെ പേര് ഞാൻ മറന്നു. ആ പാർട്ടി ഒരുപക്ഷെ വലിയ വോട്ട് നേടിയേക്കാം. റാലി നാഷണൽ, നാഷണൽ റാലി പാർട്ടി. ഇപ്പോൾ കൺക്ലൂഡ് ചെയ്തിട്ടുള്ള യൂറോപ്യൻ പാർലമെന്റ് ഇലക്ഷനിൽ ത്രസിപ്പിക്കുന്ന വിജയമാണ് ഈ നാഷണൽ റാലി പാർട്ടി നേടിയത്. അവിടെ മാക്രോൺ ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ അതിന് നേതൃത്വം നൽകിയത് മാരി ലീപ്പനാണ്. പഴയ ലീപ്പൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മകളാണ്. മാരി ലീപ്പൻ അവിടെ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. മാക്രോണിൻ്റെ പാർട്ടി, മാക്രോൺ തന്നെ ഇപ്പോൾ 2 ടൈമായി ആൻറ്റി ഇൻകംബൻസി ഒരു ഭാഗത്ത് വളരെ ശക്തമാണ്. എങ്കിലും ഈ ഉക്രൈൻ റഷ്യ വിഷയത്തിലും ഒക്കെ ആയിട്ട് കുറച്ച് ശക്തമായ ഒരു നിലപാട് എടുക്കുന്ന ഒരാൾ ഇപ്പോൾ മാക്രോണാണ്. അതുകൊണ്ട് മാക്രോണിൻ്റെ സ്വീകാര്യതയൊക്കെ ഇപ്പോഴും ശക്തമാണ്. വളരെ പോപ്പുലറായിട്ടുള്ള നേതാവാണ്. പക്ഷേ 2 ടൈം കഴിഞ്ഞാൽ പിന്നെ മത്സരിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അതെ, രീതി അനുസരിച്ച്. അപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ നിലവിൽ മാരി ലീപ്പൻ അവിടെ ഈ യൂറോപ്യൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവർ നേടിയ വിജയത്തിൻ്റെ ഒരു മാനദണ്ഡം വെച്ച് നോക്കിയാൽ മാരി ലീപ്പൻ ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിൽ അവിടെ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട്.